Hi all. ഇന്ന് നമ്മൾ ക്ലാസ് 6-ലെ ചാപ്റ്റർ 1 പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സിലെ ലാസ്റ്റ് പോർഷൻ ആണ്, ലാസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ് 6 മുതൽ +2 വരെയുള്ള എല്ലാ വീഡിയോസ് അപ്ലോഡ്, മാത്സിൻ്റെ എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്ലാസ് 9-ന്റെ അപ്ഡേറ്റഡ് പോർഷൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും അത് കാണുക. ഇത് നമ്മൾ കണ്ടിന്യൂഷൻ വന്നത് എക്സാമ്പിൾസ് ഓഫ് ഷേപ്സിൻ്റെയാണ്, അതിൻ്റെ തന്നെയാണ് ഫിഗർ ഇറ്റ് ഔട്ട്. ലാസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ടും ഇത് റിലേറ്റഡ് ആയിട്ടാണ് വന്നത്. അടുത്തത് relation to number sequence. Often shape sequence are related to number sequence in surprising ways. Such relationship can be helpful in studying and understanding both the shape sequence and the related number sequence. അപ്പം നമുക്ക് ഈ ഷേപ്പ് സീക്വൻസും നമ്പർ സീക്വൻസും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത് നമുക്ക് ബാക്കിത്തെ ഈ ഷേപ്പ് സീക്വൻസും ഇത് നോക്കി കഴിയുമ്പോൾ അവ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് പഠിക്കാനും മനസ്സിലാക്കാനും കുറച്ചും കൂടി എളുപ്പമാണ്. The number of sides in the shape sequence of regular polygon is given by counting numbers starting at 3. 3ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3, 4, 5, 6 അങ്ങനെ പോവുകയാണ് വരുന്നത്. ഓരോ ഫിഗറിന്റെ കൂടെയും 1 ആഡ് ചെയ്യുക. പ്രീവിയസ് ഫിഗറിനേക്കാളും 1 ആഡ് ചെയ്ത് ഒരു സൈഡും കൂടി ആഡ് ചെയ്താണ് വരുന്നത്. പിന്നെ ഈ ഷേപ്സിനെ റെഗുലർ എന്ന് വിളിക്കാൻ കാരണം ഇതെല്ലാം ഇങ്ങനെയാണ്, എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ടാണ്. Regular refers to the fact that these shapes have equal length sides and also equal angles. അതിന്റെ കോർണേഴ്സും അല്ലെങ്കിൽ അതിന്റെ ആംഗിൾസും എല്ലാ ലെങ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം ഈക്വൽ ആണ്. The other shapes in sequence 3 also have beautiful relationship with the number sequence. നമ്മൾ ഇത് നോക്കാൻ നേരത്തെ നമുക്ക് ബാക്കിത്തേലും എന്തെങ്കിലുമൊക്കെ റിലേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Count the number of sides in each shapes in the sequence of regular polygon. നമ്മൾ ഓരോരോ സൈഡ്സും കൗണ്ട് ചെയ്യുക. ഓരോ റെഗുലർ പോളിഗണിനെ നമ്പർ ഓഫ് സൈഡ്സ് കൗണ്ട് ചെയ്യാം. വിച്ച് നമ്പർ സീക്വൻസ് ഡു യു ഗെറ്റ്? അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ സീക്വൻസ് ഏതാണ്? വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് കോർണേഴ്സ് ഇൻ ഈച്ച് ഷേപ്സ് ഇൻ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ? ഓരോ റെഗുലർ പോളിഗണിന്റെയും നമ്പർ ഓഫ് സീക്വൻസിന്റെ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോർണേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഡു യു ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് സീക്വൻസ്? നമുക്ക് കിട്ടുന്നത് ഈ കോർണേഴ്സും അതുപോലെ തന്നെ സീക്വൻസിലെ നമ്പേഴ്സ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ ദിസ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാമോ? അപ്പൊ ഇത് നമ്മൾ ഫിഗർ നോക്കാൻ നേരത്തെ ഇവിടുത്തെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നതും 3 ആണ്, കോർണേഴ്സ് എന്ന് പറയുന്നത് ഇതല്ലേ തന്നെ 1, 2, 3. ഇവിടുത്തെ നമ്പർ ഓഫ് കോർണേഴ്സും 3 ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. 1, 2, 3, 4. അതുപോലെ തന്നെ കോർണേഴ്സ് നോക്കാൻ നേരത്തെ 4 ആണ്. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് കോർണേഴ്സും നമുക്ക് സെയിം ആയിട്ട് കിട്ടും. The number of sequence we get 3, 4, 5, 6, 7, 8, 9, 10. That is a counting number starting from 3. 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കൗണ്ടിങ് നമ്പേഴ്സ് ആണ് വരുന്നത്. In both cases, the number of sides and the number of corners are equal. രണ്ട് കേസസിലും എങ്ങനെയാണ് വരുന്നത്? ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അത് വരാനുള്ള കാരണം this happens as the number of corners depends upon the number of sides. ഓരോ കോർണേഴ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്? നമ്പർ ഓഫ് സൈഡ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് വരുന്നത്. അതുകൊണ്ടാണ് അത് ഈക്വൽ ആയിട്ട് വരുന്നത്. അടുത്തത് കൗണ്ട് ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ ഈച്ച് ഷേപ്സ് ഇൻ ദ സീക്വൻസ് ഓഫ് കംപ്ലീറ്റ് ഗ്രാഫ്. കംപ്ലീറ്റ് ഗ്രാഫിന്റെ അകത്ത് നമ്പർ ഓഫ് ലൈൻസ് കൗണ്ട് ചെയ്യാം. വിച്ച് നമ്പർ സീക്വൻസ് ഡു യു ഗെറ്റ്? അപ്പൊ നമുക്ക് കിട്ടുന്ന നമ്പർ സീക്വൻസ് ഏതാണ്? ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? എന്തുകൊണ്ടാണ് പറയാമോ? അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് സീക്വൻസ് നോക്കാം. ഇതാണ് K2, K3. ഇതാണ് കംപ്ലീറ്റ് ഗ്രാഫിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ കംപ്ലീറ്റ് ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത് 1, 3, 6, 10, 15 എന്ന് പറയുന്ന ഒരു ഇതിലാണ് പോണത്. ഇവിടെ നോക്കിക്കോ, ആദ്യം 2 അല്ലെങ്കിൽ ഡോട്ടാണ് ഇവിടെ 2 വരുന്നത്. നമ്പർ ഓഫ് ലൈൻസ് നോക്കുവാണെങ്കിൽ ആദ്യം വരുമ്പോൾ 1, പിന്നെ വരുമ്പോൾ 3, പിന്നെ വരുമ്പോൾ 6, പിന്നെ വരുമ്പോൾ 10, പിന്നെ വരുമ്പോൾ 15. ഒരു പാറ്റേണിലാണ് ഇത് ഫോം ചെയ്യുന്നത്. ഈ പാറ്റേൺ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ട്രയാങ്കുലർ നമ്പേഴ്സിന്റെ പാറ്റേൺ അല്ലേ 1, 3, 6, 10, 15 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ ഷേപ്സ് എന്തിന് കാരണമായി തരുന്നു? നമുക്ക് ട്രയാങ്കുലർ നമ്പേഴ്സിലെ ഒരു സീക്വൻസ് ആയിട്ടാണ് കിട്ടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൗ മെനി ലിറ്റിൽ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് ഷേപ്സ് ഓഫ് ദ സീക്വൻസ് ഓഫ് എ സ്റ്റാക്ഡ് സ്ക്വയർ? സ്റ്റാക്ഡ് സ്ക്വയേഴ്സിന്റെ അകത്ത് എന്തോരം ലിറ്റിൽ സ്ക്വയേഴ്സ് ഉണ്ട്? വിച്ച് നമ്പർ സീക്വൻസ് ഡസ് ദിസ് ഗിവ്? ഏത് നമ്പർ സീക്വൻസ് ആണ് വരുന്നത്? ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? ഇതിന്റെ അകത്ത് നോക്കിയിട്ട് ഏതാണ് സ്റ്റാക്ഡ് സ്ക്വയേഴ്സ് വരുന്നത്?
ആദ്യം ഒരു സ്ക്വയറേ ഉള്ളൂ, പിന്നെ വലിയ സ്ക്വയറിൻ്റെ അകത്ത് 4 സ്മോൾ സ്ക്വയേഴ്സ്, പിന്നെ ഇവിടുത്തെ വലിയ സ്ക്വയറിൻ്റെ അകത്ത് പിന്നെ 9 സ്മോൾ സ്ക്വയേഴ്സ്. ഇവിടെയും ഒരു നമ്പർ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്, അത് സ്ക്വയർ നമ്പേഴ്സ് ആണ് വരുന്നത്. നമ്പർ ഓഫ് സീക്വൻസ് ഇൻ ഈച്ച് ഷേപ്സ് ഓഫ് ദ സീക്വൻസ് ഓഫ് സ്റ്റാക്ക്ഡ് സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ 1, 4, 9, 16. ഇതെന്ന് പറയുന്നത് ഏതാണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ലേ? 1, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ സ്ക്വയേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ദ നമ്പർ സീക്വൻസ് ഗിവൺ ബൈ ദിസ് ഈസ് ദാറ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. അടുത്തത് വരുന്നത് ഹൗ മെനി ലിറ്റിൽ ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് ഷേപ്സ് ഓഫ് ദ സീക്വൻസ് ഓഫ് സ്റ്റാക്ക്ഡ് ട്രയാങ്കിൾ. സ്റ്റാക്ക്ഡ് ട്രയാങ്കിളിൻ്റെ അകത്ത് എത്ര ലിറ്റിൽ ട്രയാങ്കിൾസ് ആണോ ഉള്ളത്? വിച്ച് നമ്പർ സീക്വൻസ് ഡസ് ദിസ് ഗിവ്? ഇത് തരുന്ന നമ്പർ സീക്വൻസ് ഏതാണ്? ക്യാൻ യു എക്സ്പ്ലെയിൻ വൈ? നിങ്ങൾക്കത് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ കേസ് എടുത്ത് നോക്കിക്കേ. ആദ്യത്തേല് ഒരു ട്രയാങ്കിള്, പിന്നത്തേലോ ആദ്യത്തെ റോയിൽ ഒരു ട്രയാങ്കിള്, പിന്നത്തെ റോയില് 3 ട്രയാങ്കിള്. ഇവിടെ ഒരു ട്രയാങ്കിള്, പിന്നത്തെ റോയിൽ 3 ട്രയാങ്കിള്, പിന്നത്തെ ട്രയാങ്കിള് 5 ട്രയാങ്കിള്. 1, 2, 3, 4, 5. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നേ? ടോട്ടൽ സം ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് കിട്ടും. സം ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ഇവിടെ വരുന്നത്. 1, 1 + 3, പിന്നെ വരുമ്പോൾ 1 + 3 + 5, അല്ലെങ്കിൽ സം ഓഫ് ദ ഓഡ് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അടുത്തത് കോച്ച് സ്നോഫ്ലേക്കിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ടു ഗെറ്റ് ഫ്രം വൺ ഷേപ്പ് ടു നെക്സ്റ്റ് ഷേപ്പ് ഇൻ കോച്ച് സ്നോഫ്ലേക്ക് സീക്വൻസ്, വൺ റീപ്ലേസസ് ഈച്ച് ലൈൻ സെഗ്മെന്റ് വിത്ത് എ സ്പീഡ് ബംപ്. ഇങ്ങനെയാണ് അത് മാറ്റുന്നത്. ഇത് കൗണ്ട് ചെയ്ത് 1, 2, 3, 4 4 ലൈൻ സെഗ്മെന്റ് ആയിട്ട് മാറും. ഓരോ ലൈൻ സെഗ്മെന്റ് 4 ലൈൻ സെഗ്മെന്റ് ആയിട്ട് മാറും. ആസ് വൺ ഡസ് ദിസ് മോർ ആൻഡ് മോർ ടൈംസ് ദ ചേഞ്ചസ് ബിക്കം ടൈനർ ആൻഡ് ടൈനർ വിത്ത് വെരി സ്മോൾ ലൈൻ സെഗ്മെന്റ്സ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഈ ലൈൻ സെഗ്മെന്റ് എന്തായിട്ട് വരും? ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് വരുന്നത്. ഹൗ മെനി ടോട്ടൽ ലൈൻ സെഗ്മെന്റ് ആർ ദർ ഇൻ ഈച്ച് ഷേപ്പ് ഓഫ് ദ കോച്ച് സ്നോഫ്ലേക്ക്? എത്ര ലൈൻ സെഗ്മെന്റ് ആണുള്ളത്? വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് നമ്പർ സീക്വൻസ്? അവിടുത്തെ നമ്പർ സീക്വൻസ് ഏതാണ് വരുന്നത്? അപ്പൊ 3, 12, 48 എന്നാണ് വരുന്നത്. അവിടെ എന്താണ് വരുന്നത്? 4ന്റെ പവർ ആണ് വരുന്നത്. ആൻസർ വരുന്നത് 3 times 4ന്റെ പവർ ആണ് വരുന്നത്. ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യം 3 ആണ് വരുന്നത്, പിന്നെ വരുമ്പോൾ 3 × 4. 3 × 4 എന്ന് പറയുമ്പോൾ 12. ഇത് കൗണ്ട് ചെയ്യാം. ഇവിടെ 2, ഇവിടെ 4 ആയി, ഇവിടെ 6 ആയി, ഇവിടെ 8 ആയി, ഇവിടെ 10 ആയി, പിന്നെ വന്നപ്പോൾ 12 ആയി. അടുത്തതിൽ വരുമ്പോൾ എന്താ വരുന്നത്? 3 × 4 സ്ക്വയർ ആണ് വരുന്നത്. പിന്നത്തെ വരുമ്പോൾ 3 × 4 ക്യൂബ് ആണ് വരുന്നത്. പിന്നത്തെ വരുമ്പോൾ 3 × 4⁴ ആണ് വരുന്നത്. ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് ഇത് ഫോം ചെയ്യുന്നത്. In Koch-Sneffels sequence, each iteration involved replacing each line segment with a speed bump. ഒരു സ്പീഡ് ബംപ് ആയിട്ട് മാറുവാണ്, which create 4 new segments for each original segment. ഒറിജിനൽ സെഗ്മെന്റിൽ നിന്ന് പുതിയ 4 ഫോം ചെയ്യാൻ വരുന്നത്. ആദ്യത്തേൽ നോക്കിക്കേ. ആദ്യത്തേൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും വരുന്നത്. അതിന്റെ ലൈൻ സെഗ്മെന്റ് 3 ആയിരിക്കും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് സംഭവിക്കും? ഈ ലൈൻ സെഗ്മെന്റ്, ഓരോ ലൈൻ സെഗ്മെന്റും 4 പുതിയ ലൈൻ സെഗ്മെന്റ് ആയിട്ട് മാറും. അപ്പൊ 3 × 4 12. പിന്നത്തെ വരുമ്പോൾ 12 × 4 ആയിരിക്കും വരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 × 4² ആയിട്ടായിരിക്കും വരുന്നത്. 3 × 4², അല്ലെങ്കിൽ 12 × 4. 12 സെഗ്മെന്റ് ഉണ്ടായിരിക്കും. 12 സെഗ്മെന്റിൽ ഓരോ സെഗ്മെന്റ് 4 ആയിട്ട് മാറുമ്പോൾ ടോട്ടൽ 48 വരും. പിന്നത്തേൽ എന്ത് വരും? 48 × 4 ആണ് വരുന്നത്, 192. പിന്നെ വരുമ്പോൾ എന്ത് വരും? 192 × 4 ആണ് വരുന്നത്. അപ്പൊ അവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് 3 × 4⁴ ആണ്. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാപ്റ്റർ 1 അങ്ങനെ നമുക്കിവിടെ തീർന്നു. എല്ലാ ഫിഗർ ഔട്ടും കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 2ന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്കിത്തെ ക്ലാസ്സസിന്റെ വീഡിയോസ് എല്ലാവരും കാണുക. വർക്ക്ഷീറ്റ് ഇട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്, ക്ലാസ് 10, +2 അതിൻ്റെ അകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ബൈ.